സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയതിലൂടെ കേരളത്തിലെ കോൺഗ്രസ് ഈഴവ വിരുദ്ധ പാർട്ടിയായി മാറിയെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് എന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. C. കേശവന്റെ കോഴഞ്ചേരി പ്രസംഗത്തിൽ 90ാം വാർഷികത്തോട് അനുബന്ധിച്ച് പുറത്തിറക്കിയ ലേഖനത്തിലാണ് ഈ ആരോപണം. കേരള നിയമസഭയിലെ പ്രതിപക്ഷത്തെ ഈഴവ പ്രാതിനിധ്യം ഒറ്റയാളിൽ മാത്രമായി ഒതുങ്ങുന്നുവെന്നത് തന്നെ ഇതിനുദാഹരണമാണ്. ക്രൈസ്തവ സഭയുടെ താൽപര്യങ്ങൾക്ക് വഴങ്ങിയാണ് അറിയപ്പെടാത്തതും അപ്രസക്തനുമായ ആളെ KPCC പ്രസിഡന്റായി പ്രതിഷ്ഠിച്ചത്. ഇത് കേരളത്തിലെ കോൺഗ്രസിന് ഗുണം ചെയ്യുമോ എന്നാണ് കണ്ടറിയേണ്ടത്. സുധാകരൻ കരുത്തനും മിടുക്കനും പ്രഗത്ഭനുമായ KPCC പ്രസിഡന്റ് ആയിരുന്നു. തിരഞ്ഞെടുപ്പ് അടുത്തെത്തിയ ഘട്ടത്തിൽ കോൺഗ്രസിൽ ഒരു യുദ്ധത്തിന് തന്നെ വഴിവെക്കുന്ന തരത്തിലാണ് ഈ തീരുമാനം എന്ന് പറഞ്ഞു. കൂടാതെ C. കേശവന്റെ കോഴഞ്ചേരി പ്രസംഗത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾ പിന്നീട് അവകാശങ്ങൾ ഓരോന്നായി പിടിച്ചുവാങ്ങി. ഇപ്പോഴും അവരത് തുടരുന്നു. എന്നാൽ സംഘടിപ്പിച്ചു ശക്തരാകാൻ ആഹ്വാനം ചെയ്ത ശ്രീനാരായണ ദർശനത്തിലൂന്നി പ്രവർത്തിക്കുന്ന SNDP യോഗം പ്രവർത്തകർക്ക് ആ അവകാശം നിലനിർത്താതെ പോയതിനാൽ ജനസംഖ്യാനുപാതിക നീതി ഒരു മേഖലയിലും ലഭിക്കുന്നില്ല. സമുദായ ബലത്തിൽ കേരളത്തിൽ ഒന്നാമതായിട്ടും അതിനാനുപാതികമായ പ്രാതിനിധ്യം നിഷേധിക്കപ്പെടുന്നത് ബലഹീനതയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദേവസ്വം ബോർഡുകളിലടക്കം മുന്നാക്കക്കാർ ഭൂരിപക്ഷം അവസരങ്ങളും സ്വന്തമാക്കി വെച്ചിട്ടും സർക്കാരിനെ സ്വാധീനിച്ച് 10% മുന്നാക്ക സംവരണം നേടിയെടുത്തു. കുടൽമാണിക്യം ക്ഷേത്രത്തിൽ നിയമനം ലഭിച്ചെത്തിയ ഒരാൾക്ക് ഇഴവനാണെന്നതിന്റെ പേരിൽ നേരിടേണ്ടി വന്ന ജാതി വിവേചനം നവോത്ഥാന കേരളത്തിന് നാണക്കേടാണ്. എന്തിനു വേണ്ടിയാണോ C. കേശവനെ പോലുള്ള മഹാരഥന്മാർ പോരാടിയത്, അതേ സാഹചര്യം ഇന്നും നിലനിൽക്കുന്നുവെന്നത് പരിഷ്കൃത സമൂഹത്തിന് ഒട്ടും ഭൂഷണമല്ല. ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്താനും നേടിയെടുക്കാനും മത സാമുദായിക സംഘടനകൾക്ക് പുറമെ സ്വന്തം രാഷ്ട്രീയ പാർട്ടികളും അവർക്കുണ്ട്. സമുദായത്തിന്റെയും മതത്തിന്റെയും പൊതുവായ ആവശ്യങ്ങൾക്ക് പുറമെ തങ്ങളുടെ വിഭാഗത്തിലെ ഒരു വ്യക്തിക്ക് ഉന്നത സ്ഥാനങ്ങൾ ഉറപ്പിക്കാനും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഇക്കൂട്ടർ ഒന്നിക്കും. പിന്നാക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി SNDP യോഗം നിരന്തരം ശബ്ദമുയർത്തുന്നത് രാഷ്ട്രീയ പാർട്ടികളെയും ചില സമുദായ സംഘടനകളെയും വല്ലാതെ ചൊടിപ്പിക്കുന്നുണ്ട്. അവർ യോഗത്തെ തകർക്കാൻ തക്കം പാർത്തിരിക്കുകയാണ്. സർക്കാർ മേഖലയിലെ സുപ്രധാന സ്ഥാനങ്ങളെല്ലാം കൈക്കലാക്കാൻ സവർണ ന്യൂനപക്ഷ സമുദായങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഈ കാലത്ത് ഈഴവർ തമ്മിലടിച്ച് സ്വയം നശിക്കുകയാണെന്ന് വെള്ളാപ്പള്ളി പറയുന്നു. വിവാദങ്ങൾക്കൊടുവിലായിരുന്നു KPCC അധ്യക്ഷനായി സണ്ണി ജോസഫിനെ തിരഞ്ഞെടുത്തത്. K. സുധാകരൻ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിലും എത്തി. അടൂർ പ്രകാശിനെ UDF കൺവീനറായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. PC വിശ്വനാഥ്, AP അനിൽകുമാർ, ഷഫി പറമ്പിൽ എന്നിവർ വർക്കിംഗ് പ്രസിഡന്റുമാരായി. പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മാറണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് സുധാകരൻ പ്രതികരിച്ചിരുന്നു. ഈ പ്രതികരണത്തിൽ പാർട്ടിക്ക് അതൃപ്തി ഉണ്ടായിരുന്നു. അതിനിടയിലാണ് സണ്ണി ജോസഫിനെ നിയമിച്ചുകൊണ്ടുള്ള ഈ തീരുമാനവും പുറത്തു വന്നിരുന്നത്. പുതിയ KPCC അധ്യക്ഷനായി സണ്ണി ജോസഫിനെ തീരുമാനിച്ചതിന് പിന്നിൽ പാർട്ടിയുടെ കൂട്ടായ ആലോചനയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. KPCC അധ്യക്ഷനെ തീരുമാനിച്ചതിൽ സഭാ നേതൃത്വത്തിന് പങ്കില്ല എന്നും എല്ലാവരുടെയും പ്രതിനിധിയാണ് പുതിയ അധ്യക്ഷനെന്നും VD സതീശൻ പറഞ്ഞിരുന്നു. പാർട്ടിയെ നയിക്കാൻ പ്രാപ്തനായ ആളാണ് നേതൃത്വത്തിലേക്ക് വന്നത്. ഇത് ഏറ്റവും സന്തോഷകരമായ തീരുമാനമാണ്. 3ാം തവണ MLA ആയ ആളാണ് സണ്ണി ജോസഫ്. അതിലുപരി ഏറ്റവും മികച്ച പാർലമെന്റേറിയനുമാണ്. പലപ്പോഴും പാർലമെന്റിൽ പല വിഷയങ്ങളും സംസാരിക്കാൻ സണ്ണി ജോസഫിനെ ഏൽപ്പിക്കാറുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതെന്നും VD സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സുധാകരേട്ടൻ പാർട്ടിയുടെ മുൻനിരയിൽ തന്നെ ഉണ്ടാവും. VN സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും K. മുരളീധരനും ഒക്കെ ഉണ്ടാവുന്ന പോലെ തന്നെ. മാധ്യമങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാനും സുധാകരേട്ടനും ഇന്ന് വരെ പിണങ്ങിയിട്ടില്ലെന്ന് VD സതീശൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. അതേസമയം KPCC കമ്മിറ്റിയിലെ പുതിയ പ്രഖ്യാപനം കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ തുടക്കമായി കണ്ടോളുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു.